അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, സൂറത്തുൽ കഹ്ഫ് 44-ാമത്തെ ആയത്ത് വരെ നമ്മൾ പഠിച്ചു. 45-ാമത്തെ ആയത്തിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ആയത്തുകളെ അപേക്ഷിച്ച് അല്പം വലിയ ആയത്താണ്. അതുകൊണ്ട് തന്നെ അല്പസമയമെടുത്ത് പാരായണം ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ തവണയും ഞാൻ ആവർത്തിക്കേണ്ടി വരികയാണ്. ഓരോ വാക്കും ശരിയായി ഉച്ചരിക്കാൻ കഴിഞ്ഞതിന് ശേഷം മാത്രം കൂട്ടിച്ചേർത്ത് പാരായണം ചെയ്യുക. നിങ്ങളുടെ പാരായണം റെക്കോർഡ് ചെയ്ത് നിങ്ങൾ തന്നെ ഒരു തവണ കേൾക്കുക, അല്ലെങ്കിൽ മുതിർന്നവരെ കേൾപ്പിക്കുക. അതുമല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ അയച്ച ആ ഒരു ഓഡിയോയോ വീഡിയോയോ പ്ലേ ചെയ്തിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യും. നമുക്ക് തന്നെ നമ്മളുടെ ചെറിയ മിസ്റ്റേക്സ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ പിന്നീട് അത് നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ റെക്കോർഡ് ചെയ്ത ഖിറാഅത്ത് നിങ്ങൾ തന്നെ വിലയിരുത്തുക ഏറ്റവും നല്ലത്. അങ്ങനെ ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ രണ്ടാമത് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഒരു ഫൈനൽ റെക്കോർഡ് എനിക്ക് അയയ്ക്കുക. അങ്ങനെ ശ്രമിക്കുക. പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആയത്തിലേക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓരോ വാക്കുകളിലായിട്ട് പറഞ്ഞു പോകുന്നു. നിങ്ങളും കൂടെ പറയാൻ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. വദ്രിബ് 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 ലഹും മസല അൽ ഹയാത്തി അൽ ഹയാത്തി. ഇവിടെ ഹയാ കഴിഞ്ഞിട്ടൊരു വാവ് ഇട്ടിട്ടുണ്ട്, ഒരു അലിഫുണ്ട്. വാവിന് ഹർക്കത്തില്ല, അലിഫാണുള്ളത്. അപ്പോൾ അത് ഹയവാത്തി എന്ന് പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക. ഹയാത്തി ആണ്, ഹയവാത്തി അല്ല. അൽ ഹയാത്തി. ഈ വാവ് ജസ്റ്റ് നീട്ടുവാനുള്ളത് മാത്രമാണ്. അൽ ഹയാത്തി അദ്ദുനിയ അദ്ദുനിയ കമാഇൻ കമാഇൻ. ഇവിടെ മദ്ദുണ്ട്. അൻസൽനാഹു അൻസൽനാഹു മിനസ്സമായി മിനസ്സമായി ഫഖ്തലത. ചേർത്ത് പറയുമ്പോൾ ഫഖ്തലത്വ ഫഖ്തലത്വ. ശരിക്കും ശ്രദ്ധിക്കുക. ഫഖ്തലത്വ ബിഹി ബിഹി നബാതു നബാതു അൽ അർദി അൽ അർദി ഫഅസ്ബഹ فأصبح هشيما فأصبح فأصبح هشيما تذروه 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 الرياح. ചേർത്ത് പറയുമ്പോൾ തദ്റൂഹു റിയാഹ്. രി യാ നീട്ടാനുള്ള അലിഫ് ഹ. നിർത്തുമ്പോൾ ഇവിടെ ഹ എന്ന് സുക്കൂനിട്ട് നിർത്തുക. തദ്റൂഹു റിയാഹ് തദ്റൂഹു റിയാഹ്. ഈ വാക്ക് പലതവണ പറയണേ. തദ്റൂഹു റിയാഹ്. വകാനല്ലാഹു വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറാ മുഖ്തദിറ മുഖ്തദിറ മുഖ്തദിറ. ശ്രദ്ധിക്കുക ഈ വാക്ക്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാക്കുകളുള്ളത്. പിന്നെ അൻസൽനാഹു ഹയാത്തി ദുനിയ. ഇവിടെ ഹയാത്തി ദുനിയ. വദ്രിബ് ഉച്ചാരണം. ഫഖ്തലത്വ. ഇത്തരം വാക്കുകൾ ശരിയാണെന്ന് ആദ്യമേ ഉറപ്പുവരുത്തുക. ഫഖ്തലത്വ തലത്വ അവസാനം ത്വ ആണ്. ഫഅസ്ബഹ فأصبح هشيما تذروه الرياح تذروه الرياح تذروه الرياح. പിന്നെ ഇവിടെ മുഖ്തദിറ. ഖാഫ് എടുത്ത് പറയുന്നിടത്താണ് ശ്രദ്ധിക്കേണ്ടത്. മുഖ്തദിറ. അപ്പോൾ 2-3 പരിചയം ഇല്ലാത്ത പുതുള്ള വാക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അല്പം കൂടുതൽ സമയം കൊടുക്കുക. തെറ്റില്ലാണ്ട് പാരായണം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തജ്വീദ് നിയമങ്ങളിലേക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം
ല് അല്ല, വദ്രിബ്, ദാലിൻ്റെ ഒരു അംശം കൂടി വരണം. അപ്പോൾ ഇവിടെ വദ്രിബ് എന്ന് പറയരുത്, തെറ്റാണ്. വദ്രിബ്, വദ്രിബ്. ബ് എടുത്ത് പറയണം. വദ്രിബ്, ബ് എന്ന് പറയണം. വദ്രിബ് എന്ന് പറയരുത്. ഇവിടെ ലൈറ്റായിട്ട് പറഞ്ഞാൽ മതി. വദ്രിബ്, വദ്രിബ് എന്ന് പറഞ്ഞു നോക്കുക. വദ്രിബ്, വദ്രിബ് ലഹും, വദ്രിബ് ലഹും, വദ്രിബ് ലഹും, വദ്രിബ് ലഹും. ഓക്കെ. ലഹും മസല, മീമ മണിക്കുക, ശബ്ദമുണ്ട്. ലഹും മസല, ഒറ്റ മീമായിട്ട് ഉച്ചരിക്കും. മസലൽ ഹയാത്തി ദുനിയ, ഒറ്റ വാക്കാണ്. അലിഫ്ലാമൊക്കെ ഇല്ലാതാവും ചേർത്ത് പാരായണം ചെയ്യുമ്പോൾ. മസലൽ, ഇവിടെ അലിഫ്ലാമുണ്ട്, ഇവിടെ അലിഫ്ലാം ഉച്ചാരണത്തിൽ ഉണ്ടാവില്ല. മസലൽ ഹയാത്തി ദുനിയ കമാ ഇൻ വ്യക്തമാക്കുക, മദ് ശ്രദ്ധിക്കുക. ഇൻ തൻവീൻ കൃത്യമായിട്ടാണ് കാണാൻ കഴിയുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ ഇൻ എന്ന് മണിക്കാതെ വ്യക്തമായിട്ട് പറയാം. കമാ ഇൻ അൻ, ഇൻ അൻസൽന, അങ്ങനെ തന്നെ വരണം. കമാ ഇൻ അൻസൽന, അൻസൽനാഹു, ശുക്കൂൻ ഇല്ലാത്ത നൂൻ മണിക്കുക. അൻസല, അൻസല അല്ല, അൻസൽനാഹു, അതിൻ്റെ അലിഫ് കാണാം. മിനസ്സമായി, മദ്ദും അതിനുശേഷമുള്ള ഈയും വ്യക്തമാക്കണം. സമായി എന്ന് പറയരുത്, സമായി യാ എൻ്റെ ഉച്ചാരണവും. സമായി, സമായി. ഫഖ്തലത്വ, ഫ ഇഖ്തലത്ത എന്നാണ്, പക്ഷെ ചേർത്ത് പറയുമ്പോൾ ഈ ഒരു അലിഫ് എൻ്റെ ഉച്ചാരണം ഇല്ല. ഫഖ്തലത്വ, ഫഹ് ഖ വരുന്നുണ്ട്, അവസാനം ത്വ വരുന്നുണ്ട്, നല്ലോണം ശ്രദ്ധിക്കുക. ഫഖ്തലത്വ, ഫഖ്തലത്വ ബിഹി, ബിഹി നീട്ടാനായിട്ടൊരു ചെറിയ ദീർഘമുണ്ട്, ഒറ്റ അക്ഷരത്തിൻ്റെ ദൈർഘ്യം. നബാതുൽ അർദി, അർദി, ഇതിൻ്റെ ഉച്ചാരണം ഇവിടെ ഉള്ള പോലെ തന്നെ ശ്രദ്ധിക്കുക. ദ അർദി, നബാതുൽ അർദി. ഫ അസ്ബഹ, ഹ ഇതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഫ അ, ഫസ്ബഹ എന്ന് ചേർത്ത് പറയുമ്പോൾ ചിലപ്പോൾ ഫസ്ബഹ, ഫസ് എന്ന് തന്നെയാണ് ഈ ഒരു അതിൻ്റെ ഉച്ചാരണം വിട്ടുപോകും. അത് വിട്ടുപോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ അസ്ബഹ, ഫ അ, ഫ അ. ഫ അസ്ബഹ ഹശീമൻ, ഇവിടെയും തെറ്റിയുള്ള തൻവീൻ, അപ്പോൾ അടുത്ത അക്ഷരമായ തായിലേക്ക് ചേർക്കുന്നു. ഹശീമത, ഹശീ ഹായാണ്, ഹയല്ല, സോറി. ഹശീമത, ഹശീമതദ്രൂഹു, ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ ഒറ്റ വാക്കായിട്ട് ഉച്ചരിക്കണം. ഹശീമതദ്രൂഹു റിയാഹ്, തദ്രൂഹു, 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 അങ്ങനെ തന്നെ ഉച്ചരിക്കുക. ഹശീമതദ്രൂഹു റിയാഹ്. ഈ ഭാഗമൊക്കെ കുറച്ചധികം തവണ അത് മാത്രമായിട്ട് പറയണേ, ശരിയാവുന്നത് വരെ. എല്ലാവരും ഇത്തരം ഭാഗങ്ങൾ, ഈ ഭാഗം അതുപോലെ ഇവിടെ, പിന്നെ ഈ ഭാഗമൊക്കെ പ്രത്യേകം അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. വകാന അല്ലാഹു അലാ കുല്ലി ശൈഇൻ മുഖ്തദിറ. വകാന അല്ലാഹു, വകാന ലൈറ്റാണ്, ക അല്ല, ക. വകാന അല്ലാഹു, അല്ലാഹ് ഇവിടെ മാത്രം ഹെവിയാണ്. അല, അയിൻ വ്യക്തമാക്കുക. അലാ കുല്ലി ശൈഇൻ, ഇവിടെ പോലെ തന്നെ തെറ്റിയുള്ള തൻവീൻ മീമിലേക്ക് ചേർത്ത് മണിക്കുന്നു. ഷെയ് ഇമ്മു, ഇമ്മു, ഷെയ് ഇമ്മുഖ്തദിറ, എടുത്ത് പറയാം. മുക്ക്, മുക്തദിറ തെറ്റാണ്. മുഖ്തദിറ, മുക്ക്, എടുത്ത് പറയണം, നിങ്ങൾക്കറിയാവുന്നതാണ്. ഷെയ് ഇമ്മുഖ്തദിറ. അപ്പോൾ ഇത്രയുമാണ് ഇവിടെയുള്ള പാരായണ നിയമങ്ങൾ. ഞാൻ സൂചിപ്പിച്ച പോലെ പ്രയാസം അനുഭവപ്പെടുന്ന ഭാഗങ്ങൾ, ഇത്രയും ഭാഗം ഒരുമിച്ച് പാരായണം ചെയ്യേണ്ടതാണ്. അത് അങ്ങനെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഹയാത്തി ദുനിയ, മുഖ്തദിറ, അങ്ങനെയുള്ള ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫഖ്തലത്വ ബിഹി. ഓക്കെ, ഇനി രണ്ട് സ്ഥലത്തും മദ്ദും മണിക്കേണ്ട ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയാണ് നിർത്താൻ അനുവദിക്കപ്പെട്ട സ്ഥലം. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വേണമെങ്കിൽ നിർത്താം. ഓതി വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ആദ്യം ഒന്ന് പാരായണം ചെയ്ത് നോക്കാം, കൂടെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ
أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. ഞാനിപ്പോൾ ആദ്യത്തെ ഇവിടെയാണ് നിർത്തിയത്. ഇനി ദുനിയ കമ ഇവിടെ അതിന് മുൻപത്തെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് നിർത്തേണ്ടി വരികയാണെങ്കിൽ പാരായണ മര്യാദ അനുസരിച്ചിട്ട് നിർത്താം. ഇവിടെയാണ് നിർത്തുന്നതെങ്കിൽ ദുനിയ കമ സുക്കൂനിട്ട് നിർത്തുക. വീണ്ടും അവിടെ തൊട്ട് തുടരുക. ഒന്നുകൂടി നോക്കാം. ഇവിടെ വരെ എത്തിക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ ഇടയ്ക്ക് പാരായണ നിയമം പാലിച്ചുകൊണ്ട് നിർത്തുക. ഒന്നുകൂടി. വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു. ഇവിടെ നിർത്തുകയാണെങ്കിൽ അൻസൽനാഹ് എന്ന് നിർത്തുക. കമാഇൻ أنزلناه من السماء فاختلط به. ഇവിടെ നിർത്തുമ്പോൾ ബിഹ് എന്ന് നിർത്തുക. അറിയാവുന്നതാണ്. فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. ഓക്കെ, ഒരിക്കൽ കൂടി പാരായണം ചെയ്യുകയാണ്. ഞാനപ്പോൾ ആദ്യം ചെയ്തതുപോലെ പിന്നെ ഇവിടെ ഒരു തവണ നിർത്തുന്നു, പിന്നീട് ഇവിടെ നിർത്തുന്നു നബാത്തുൽ അർത്ത്, പിന്നീട് സാധാരണ പോലെ ഇവിടെ നിർത്താൻ അനുവദിച്ച സ്ഥലത്ത് നിർത്തുന്നു. അപ്പോൾ ഞാൻ ഇവിടെ തൊട്ട് പാരായണം ചെയ്ത് ഇവിടെ എത്തിക്കുകയാണ്. ആദ്യം അൻസൽനാഹ് എന്ന് നിർത്താണ്. നിർത്തേണ്ട സ്ഥലമൊന്നുമല്ല, പക്ഷേ നമുക്ക് പാരായണം ചെയ്ത് പഠിക്കാൻ ഉള്ള തൽക്കാല സൗകര്യത്തിന് വേണ്ടി ഇവിടെ നിർത്തുന്നു. വീണ്ടും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിർത്തുന്നു. വീണ്ടും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ നിർത്തുന്നു. ഒന്നുകൂടി എൻ്റെ കൂടെ പാരായണം ചെയ്യുക. വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. ഓക്കെ, ഇവിടെ മുതൽ ഞാൻ ഇവിടെ നിർത്തി, പിന്നീട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിർത്തി, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിർത്തി, അവസാന ഭാഗം പൂർത്തീകരിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പ്ലാൻ പറഞ്ഞെന്ന് മാത്രം. മുൻകൂട്ടി നമ്മളൊരു സ്ഥലം നിശ്ചയിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് പരിശ്രമിക്കുക. കുറച്ച് പിന്നെ പരിചയമില്ലാത്ത വാക്കുകളും പ്രയോഗങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അല്പസമയം അധികം കൊടുക്കുക. പഠിച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സദഖല്ലാഹുൽ അലിയുൽ അദീം. അസ്സലാമു അലൈക്കും.